മനുഷ്യചരിത്രത്തിൽ ജീവിക്കാൻ ഏറ്റവും മോശം വർഷം ഏതാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു കാലത്തെക്കുറിച്ചാണ്. സൂര്യൻ അപ്രത്യക്ഷനായ ഒരു വർഷം. ക്രിവർഷം 536. 2020 കോവിഡ് വന്ന ആ വർഷം. അതായിരുന്നു ഏറ്റവും മോശമെന്ന് നമ്മളിൽ പലരും വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേ സത്യം പറഞ്ഞാ അതൊന്നുമല്ല. ചരിത്രത്തിൽ ഇതിലും എത്രയോ ഭയാനകമായ ഒരു കാലഘട്ടം മനുഷ്യൻ നേരിട്ടിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് പോയി നോക്കാം. അതെ, ആ വർഷമാണ് ക്രിസ്തുവർഷം 536. ഒരൊറ്റ വർഷം കൊണ്ട് ലോകം മുഴുവൻ ഇരുട്ടിലായി. എന്തുകൊണ്ടാണ് ഈ വർഷം ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി മാറിയത്? നമുക്ക് കണ്ടെത്താം. അപ്പോ ക്രിവർഷം 536 എന്താണ് സംഭവിച്ചത്? അത് ശരിക്കും അചിന്തനീയമായിരുന്നു. ലോകം പതിയെ പതിയെ ഒരു നീണ്ട രാത്രിയിലേക്ക് പോകുന്നതുപോലെ 1.5 വർഷം നീണ്ടുനിന്ന ഒരു സന്ധ്യ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, പുറത്തു നോക്കുമ്പോൾ ആകാശം മുഴുവൻ കനത്ത ഒരു മൂടൽമഞ്ഞ്. സൂര്യരശ്മിക്ക് ഭൂമിയെ തൊടാനേ പറ്റുന്നില്ല. ഇത് ഒരു ദിവസമോ ഒരാഴ്ചയോ അല്ല, നീണ്ട 18 മാസക്കാലം. പകൽ പോലും ഒരു സന്ധ്യ പോലെ, വെളിച്ചമില്ലാത്തൊരു ലോകം. ഇതിന്റെ ഒരു പ്രത്യാഘാതം അത് വളരെ പെട്ടെന്നായിരുന്നു. ലോകമെമ്പാടും താപനില കുത്തനെ താഴേക്ക് പോയി. ചൈനയിൽ നിന്നൊക്കെയുള്ള പഴയ രേഖകളിൽ പറയുന്നത് അവിടെ വേനൽക്കാലത്ത് മഞ്ഞു വീണു എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, വിളവെടുക്കേണ്ട സമയത്ത് മഞ്ഞു വീഴുന്നൊരവസ്ഥ. 537ലും ഈ ഇരുട്ട് മാറിയില്ല. ആ വർഷത്തിന്റെ പകുതിയൊക്കെ ആയപ്പോഴാണ് സൂര്യൻ മെല്ലെ മെല്ലെ ആകാശത്തേക്ക് തിരിച്ചുവരാൻ തുടങ്ങിയത്. അപ്പോ ഈ കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരെ എങ്ങനെയാണ് ബാധിച്ചത്? ഇതൊരു ഒറ്റ ദുരന്തത്തിൽ ഒതുങ്ങിയില്ല, മറിച്ച് ഒരു ദുരന്ത പരമ്പരയുടെ തുടക്കം മാത്രമായിരുന്നു അത്. എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു. സൂര്യപ്രകാശമില്ലെങ്കിൽ പിന്നെ എന്ത് കൃഷി, അല്ലേ? ചെടികൾക്ക് വളരാൻ പറ്റില്ല. ലോകമെമ്പാടുമുള്ള കൃഷിയിടങ്ങൾ നശിച്ചുപോയി. മനുഷ്യന്റെ പ്രധാന ഭക്ഷണം ഇല്ലാതായതോടെ പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകൾ തുടങ്ങി. വിളനാശം കാരണം ലോകം മുഴുവൻ വലിയൊരു പട്ടിണിയിലേക്ക് വീണു. പക്ഷേ ദുരന്തം അവിടം കൊണ്ടും തീർന്നില്ല. പട്ടിണി കിടന്ന് ആളുകളുടെ ശരീരമൊക്കെ ദുർബലമായി, രോഗപ്രതിരോധശേഷി തീരെയില്ലാതായി. ആ സമയത്താണ് അടുത്ത വില്ലന്റെ വരവ്, ജസ്റ്റീനിയൻ പ്ലേഗ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ മഹാമാരിയിൽ മരിച്ചു വീണത്. ഒരു കാലത്ത് ലോകം അടക്കിവാണ റോമാ സാമ്രാജ്യത്തിന്റെ വരെ അടിത്തറയിളകാൻ ഈ സംഭവങ്ങൾ കാരണമായി. പക്ഷേ ഒരു മിനിറ്റ്, ഇത്രയും വലിയൊരു ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? നൂറ്റാണ്ടുകളോളം ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു. ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരുമൊക്കെ ഒരുപാട് കാലം ഇതിന്റെ ഉത്തരം തേടിയലഞ്ഞു. സൂര്യനെ 1.5 വർഷത്തേക്ക് മറച്ചു പിടിക്കാൻ മാത്രം ശക്തമായ എന്ത് കാര്യമാണ് അന്ന് സംഭവിച്ചത്? വല്ല ഉൽക്കയും വന്നിടിച്ചതാണോ, അതോ മറ്റെന്തെങ്കിലും അമാനുഷിക ശക്തിയാണോ? ഒരുപാട് കഥകളും ഊഹാപോഹങ്ങളും ഒക്കെയുണ്ടായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്കു ശേഷം നമ്മുടെ ആധുനിക ശാസ്ത്രം ആ രഹസ്യത്തിന്റെ ചുരുളഴിച്ചു. വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾ അവസാനം ആ കറുത്ത വർഷത്തിന്റെ യഥാർത്ഥ കാരണം അവർ കണ്ടെത്തി. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, അതിന്റെ തെളിവുകൾ ഒളിഞ്ഞിരുന്നത് ആർട്ടിക് പ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾക്കുള്ളിലായിരുന്നു. അതെ, ആ ദുരന്ത പരമ്പരയുടെ എല്ലാം ഉറവിടം യൂറോപ്പോ ഏഷ്യയോ ഒന്നുമല്ല, മറിച്ച് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപായ ഐസ്ലാൻഡായിരുന്നു. ലോകത്തിന്റെ ഒരു മൂലയിൽ നടന്നൊരു സംഭവം എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ ബാധിച്ചത്, അല്ലേ? കാരണം ഇതാണ്, അതിഭീമാകാരമായ ഒരു അഗ്നിപർവ്വത സ്ഫോടനം. ക്രിവർഷം 536 ഐസ്ലൻഡിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. കോടിക്കണക്കിന് ടൺ ചാരവും സൾഫറുമാണ് അത് അന്തരീക്ഷത്തിലേക്ക് തുപ്പിയത്. ഈ ചാരമേഘങ്ങൾ ഒരു വലിയ പുതപ്പുപോലെ ലോകം മുഴുവൻ വ്യാപിച്ചു. സൂര്യരശ്മികളെ ഭൂമിയിലേക്ക് വരാതെ തടഞ്ഞു. ഇതിനെയാണ് നമ്മൾ വോൾക്കാനിക് വിന്റർ അഥവാ അഗ്നിപർവ്വത ശൈത്യകാലം എന്ന് പറയുന്നത്. അപ്പോ ഇതെല്ലാം നമ്മളൊരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഒരൊറ്റ പ്രകൃതി ദുരന്തത്തിന് മനുഷ്യന്റെ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിയോ? സാമ്രാജ്യങ്ങളെ തകർക്കാൻ കഴിയോ? ക്രിസ്തുവർഷം 536 സംഭവങ്ങൾ നമ്മളോട് ഉറക്കെ പറയുന്നുണ്ട്, കഴിയും എന്ന്. പ്രകൃതിയുടെ ശക്തിക്കു മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ പാഠം കൂടിയാണിത്.